മക്കളെ നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അക്ഷരങ്ങളും ചിഹ്നങ്ങളുമായിട്ടുള്ള യാത്രയുടെ 5ാമത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരവും ചിഹ്നവും ഈ. അതിൻ്റെ ചിഹ്നം കെട്ടിയവള്ളി, കെട്ടുവള്ളി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പുതിയ 36 അക്ഷരം അ, ആ, ഇ, ഈ. അപ്പോൾ എത്ര 36ആയി ഇപ്പം നമുക്ക്? അ, ആ, ഇ, ഈ. 4 36കളായല്ലേ? അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. ചിഹ്നങ്ങളോ 3 ചിഹ്നങ്ങൾ: ദീർഘം, വള്ളി, കെട്ടിയ വള്ളി. ക്ലാസ് തുടങ്ങാമല്ല. ഇന്ന് നമ്മൾ ക്ലാസ് ചെറിയൊരു ചേഞ്ച്. എന്താണ്? അക്ഷരങ്ങൾ ഈ എന്നുള്ളത് നമ്മളിവിടെ എഴുതും. ഈയിൽ തുടങ്ങുന്ന വാക്കുകൾ വളരെ കുറച്ച് വാക്കേ കിട്ടുള്ളൂ. നമ്മൾ ഈ എന്ന് എഴുതുമ്പോൾ തന്നെ ഈച്ച, ഈറ്റ എന്നൊക്കെയാണ് എഴുതണത്. രണ്ടും കൂട്ടക്ഷരമാണ്, അതുകൊണ്ട് നമ്മൾ രണ്ടും എടുക്കില്ല. പിന്നെ നമ്മൾ കെട്ടിയ വള്ളി ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മളിവിടെ വാചകങ്ങൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെ എഴുതണം? വാചകങ്ങൾ എഴുതുമ്പോൾ അ, ആ, ഇ, ഈ. ഓരോന്നിൻ്റെയും താഴെ 36, 36, 36, 36. ഓക്കെ. ചില്ലുകൾ 5 എണ്ണം, ചിഹ്നങ്ങൾ 3 എണ്ണം, 4 36കൾ. ഇതൊക്കെ എല്ലാത്തിൻ്റെയും മുകളിൽ എഴുതണം കേട്ടോ. നമുക്ക് ക്ലാസ് തുടങ്ങാമല്ല. ഈ വച്ച് എഴുതുമ്പോൾ വാക്കുകൾ വളരെ കുറവേ കിട്ടിയുള്ളൂ ടീച്ചർക്ക്. നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ഈറ, ഈറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈറനണിഞ്ഞു, ഒരു തണുപ്പിൻ്റെ ഒരു വശമായിട്ടാണ്. അപ്പോൾ ഈറൻ, ഈശൻ, ഒരു മത്സ്യമുണ്ട് ഈൽ. അപ്പം അങ്ങനെ കുറച്ച് വാക്കുകളെ കിട്ടിയുള്ളൂ. അതിനുശേഷം വള്ളി, കെട്ടുവള്ളി ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ കെട്ടിയ വള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. ആ വച്ചിട്ടാണെങ്കിൽ അശരീരി എന്നുള്ളൊരു വാക്കെഴുതാം. അശരീരി. കീരി, കീശ, കീടനാശിനി, കീഴധികാരി, മേലധികാരിയുടെ താഴെയുള്ള അധികാരി, കീഴധികാരി. ചീര, ജീന, പീര, മീന, സീന, ലീന, റീന, വീണ, നീതി, നീതിമാൻ. തീ, തീയതി, തീമഴ, ദീപാരാധന. ധീര, ധീരൻ, ധീരത, ധീരമായ. പീഡിക, നമ്മുടെ കട എന്നുള്ളതിൻ്റെ അർത്ഥം പീഡിക. പീഡിത, പീഡിതൻ. മീൻകട, മീൻ. രീതി, ലീല, നീലൻ, നീല, വീതി, സീത. ഇത്രയും വാക്കുകളാണ് ഈ വച്ചിട്ട് ടീച്ചർ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ എഴുതണമെന്നില്ല. നിങ്ങളുടെ ഭാവനയിൽ വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് എഴുതാം. ഒരേ ഒരു നിബന്ധന മാത്രം, നമ്മൾ 2-3 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കൂട്ടക്ഷരങ്ങൾ വേണ്ട, അനുസ്വാരം വേണ്ട. നമ്മളുടെ പഠിച്ച ആ ഭാഗം വരെയുള്ള അക്ഷരങ്ങളും ചിഹ്നങ്ങളും പിന്നെ ചില്ലക്ഷരങ്ങളും മാത്രം മതി. ഓക്കെ. ഇനി വാചകത്തിലോട്ട് കിടക്കാമല്ല. ഇനി നമുക്കങ്ങനെ പോകാം. വാചകത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മളൊരു ഗ്രോയിങ് സെൻറ്റൻസ്. വിതറി, വിതറി. എന്താ വിതറിയത്? പീര വിതറി. താഴെ താഴെ എഴുതണം. ഒരു പിരമിഡ് പോലെ വരും. പീര വിതറി. വെറുതെ പീരയാണോ? മീൻ പീര വിതറി. മീൻ പീര. എന്തിലാ വിതറിയത്? ചീരയിൽ. ചീരയിൽ മീൻ പീര വിതറി. ആരാ വിതറിയത്? മാധവി. മാധവി ചീരയിൽ മീൻ പീര വിതറി. എത്ര വരികൾ വന്നു? വിതറി, പീര വിതറി,
മീൻപീര വിതറി, ചീരയിൽ മീൻപീര വിതറി, മാധവി ചീരയിൽ മീൻപീര വിതറി. മൊത്തം 5 വരികൾ വന്നു. അക്ഷരം എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് വിതറി എന്നുള്ളതിൽ എത്ര അക്ഷരങ്ങൾ വന്നു? 3 അക്ഷരങ്ങൾ വന്നു. ചിഹ്നങ്ങൾ തൽക്കാലം കൂട്ടണ്ട. 3 അക്ഷരങ്ങൾ വന്നില്ലേ? അങ്ങനെ 5 വരിയിലും കൂടി 3 വിതറി വരുന്നപ്പോൾ 15 ആയില്ലേ? 15. ഇനി പീര എത്ര വരിയിൽ വന്നു? 4 വരിയിൽ വന്നു പീര. അപ്പം 2 അക്ഷരം. 4 4 2 8. അപ്പോൾ 15 + 8 എത്രയാണ്? 23. മീൻ പീരയാണ് വിതറിയതല്ലേ? അപ്പം മീൻ 2 അക്ഷരം. എത്ര കിട്ടി? 6. അപ്പോൾ 23ഉം 6ഉം 29. എന്തിലാണ് വിതറിയത്? ചീരയിൽ. ചീരയിൽ 4 അക്ഷരം ഭേദം 8. 29ഉം 8 37. മാധവി 3 40. അപ്പം 40 അക്ഷരങ്ങൾ കിട്ടി നമുക്ക്. ഇനി നമുക്ക് ആ ചിഹ്നങ്ങൾ വെച്ച് നോക്കാം. ആ എന്നുള്ള അക്ഷരം, ആ ഉച്ചാരണം, ആ എത്ര അക്ഷരങ്ങളിൽ വരുന്നു നോക്കിയാൽ, വിതറി എന്നുള്ളതിൽ വി റി ചിഹ്നമുണ്ട്. ചിഹ്നമില്ലാതെ നിൽക്കുന്നത് ഏതാ? ത. എത്ര തായുണ്ട്? 5 ത. പീരയിൽ പീര, പിന്നെ അടുത്തത് പീര, രായിൽ 4. അപ്പം 5 4 9 ആ ശബ്ദം വന്നു. അതിനുശേഷം ചീര, ചീര 2. 9ഉം 2ഉം 11. പിന്നെ ഏതാ? മാധവിയിലെ ധ. 11ഉം 1ഉം 12 അക്ഷരത്തിൽ ആ ശബ്ദം അല്ലേ? ഇനി ആ വന്നതോ? മാധവിയുടെ മായിൽ മാത്രമേ ആ വന്നുള്ളൂ, ഒരെണ്ണം, ഒരു ആ. ഇനി ഈ ആ, ഈ വിതറിയിൽ 2 എണ്ണം. അങ്ങനെ 5 എണ്ണത്തിൽ വരുമ്പോൾ 10 ഈ വന്നു. പിന്നെ വന്നത് ചീരയിൽ എന്നുള്ളതിൽ 2 എണ്ണമാണ്. അപ്പം 12 മാധവിയുടെ വി. അപ്പം 13 ഈ വന്നു. ഇനി ഈ വന്നത് എപ്പോഴാണ്? പീര 4 പീരയുണ്ട്. അപ്പം 4. 3 മീനുണ്ട്. അപ്പോൾ 4ഉം 3ഉം 7 എണ്ണം ഉണ്ട്. ചീരയുടെ 2 എണ്ണം 9 എണ്ണം. ഓക്കെ. അങ്ങനെ വന്നപ്പോൾ ആ 12, ആ 1, ഈ 13, ഈ 9 കൂട്ടി നോക്കുമ്പോൾ 35 വന്നുള്ളൂ ഉച്ചാരണം. അങ്ങനെ വന്നപ്പോൾ നമ്മൾ നേരത്തെ എണ്ണിയപ്പോൾ 40 കിട്ടി. അപ്പോൾ 5 ആരാ? സ്വതന്ത്രമായ ഉച്ചരിക്കുന്ന ചില്ലുകൾ. നോക്കിക്കേ, ചില്ലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. മീൻ എന്നുള്ളതിൽ 3 എണ്ണം, 3 മീൻ പീര. പിന്നെ ചീരയിൽ എന്നുള്ളതിൽ 2 എണ്ണം, 5 എണ്ണം ഇല്ലേ? 40. ചെറിയൊരു കണക്ക്. നമുക്ക് വലിയ കണക്കൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പം നമ്മളുടെ ആ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കിയേ. വാചകങ്ങൾ എഴുതുമ്പോൾ കീടനാശിനി എന്ന് കേട്ടിട്ടില്ലേ? കീടനാശിനി എവിടെയാണ്? കീടങ്ങളെ നശിപ്പിക്കാനാണ് കീടനാശിനി ഉപയോഗിക്കുന്നത് അല്ലേ? ശരിക്കും ആഹാരപദാർത്ഥങ്ങളിലും ഇപ്പം ചെറിയ തോതിലല്ല, വലിയ തോതിൽ കീടനാശിനികൾ അങ്ങ് വിതറിക്കൊണ്ടിരിക്കുന്നതാണ്. വെജിറ്റബിൾസിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും എല്ലാത്തിലും അസലായിട്ട് കീടനാശിനി വിതറുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതിയേക്കുന്നത്, മീൻ കടയിൽ കീടനാശിനി വിതറി. മീനിൽ, മീൻ കടയിൽ കീടനാശിനി വിതറി. വിതറിയാൽ എന്താണ്? അത് അനീതിയാണ്. കീടനാശിനി വിതറിയാൽ അത് അനീതി. കീടനാശിനി വിതറിയാൽ അനീതിയൊന്നുമല്ല, വിതറേണ്ട അടുത്ത് വിതറാം. പക്ഷേ മീൻ കടയിൽ കീടനാശിനി വിതറിയാൽ അത് അനീതി. അപ്പോൾ ഒന്നിച്ചെങ്ങനെ പറയാം? മീൻ കടയിൽ കീടനാശിനി വിതറിയാൽ അതനീതി. ഒന്നിച്ച് വിതറിയാൽ അത് അനീതി. നമുക്ക് തേ വേണ്ടല്ലോ. അപ്പോൾ ഒന്നിച്ച് വിതറിയാൽ അതനീതി. ഓക്കെ. ഇനി നമുക്ക് നീതി അല്ലേ? നീതിമാൻ എന്നുള്ള അർത്ഥം എന്താ? നീതി കിട്ടുന്ന,
നീതിമാൻ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളെ നീതിമാൻ എന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിന് അനീതിയാണ് കിട്ടുന്നതെങ്കിൽ ഒരു നീതിമാൻ നല്ലൊരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് പല സംഭവങ്ങളിൽ നിന്ന് അനീതിയാണ് കിട്ടുന്നതെങ്കിൽ അദ്ദേഹം ഒരു പീഡനം ഏൽക്കുന്ന ഒരാളായി, പീഡകനല്ല പീഡിതൻ. അപ്പോൾ നീതിമാൻ അനീതിയിലായാൽ അവൻ പീഡിതൻ. നീതിമാൻ അനീതിയിലായാൽ അവൻ പീഡിതൻ, അല്ലെങ്കിൽ അയാൾ പീഡിതൻ. അയാൾ എന്നെഴുതാം. ലീന ദീപാരാധനയിൽ നീലസാരിയിൽ, അല്ലെങ്കിൽ നീലസാരിയിൽ ലീന ദീപാരാധനയിൽ. നീല ലീന ഒരു വാക്ക് ചേർന്നു. ലീന നീലസാരിയിൽ ദീപാരാധനയിൽ, അല്ലെങ്കിൽ ദീപാരാധനയിൽ ലീന നീലസാരിയിൽ. ഇഷ്ടമുള്ള പോലെ കേട്ടോ. നമുക്ക് ഉചിതമായിട്ട് ചിഹ്നങ്ങൾ ഉറപ്പിക്കാൻ എങ്ങനെയെല്ലാം പോകാമോ അങ്ങനെയൊക്കെ കൂടി പോകാം കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത അക്ഷരമായിട്ട് വരാം, ചിഹ്നങ്ങളുമായിട്ട് വരാം. ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ആശയം നിങ്ങൾ ചേർക്കാനും കൂടി ശ്രമിക്കണം. ഓക്കെ, നന്ദി, നമസ്കാരം.